കേരള വിഷൻ ന്യൂസ് കൊല്ലം. രാജ്യത്ത് 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. ആന്ധ്രയിലും ബംഗാളിലുമൊക്കെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അനുഷ ചേരുന്നുണ്ട്. അനുഷ, ആദ്യ മണിക്കൂറിലെ പോളിംഗ് എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകളിലാണ് ഈ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ലിബീഷ്, ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനം പുറത്തു വരുമ്പോൾ 9 മണിവരെ 10.35% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇതിൽ തന്നെ നിരവധി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചിമ ബംഗാളിലാണ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ പശ്ചിമ ബംഗാളിൽ ഈ അക്രമ സാധ്യത കണക്കിലെടുത്ത് 7 ഘട്ടങ്ങളിലായും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ ഇന്ന് പ്രധാനമായും പല പ്രദേശങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ, BJP പ്രവർത്തകർ, CPM പ്രവർത്തകരെല്ലാം തമ്മിൽ സംഘർഷമുണ്ടായി. ഇന്നലെ പ്രദേശത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. പ്രധാനമായും ചാപ്ര, ദുർഗാപൂർ, കേതുഗ്രാം, ബഹ്റാംപൂർ, മഹുവ മൊയ്ത്ര മത്സരിക്കുന്ന കൃഷ്ണരാജ് നഗർ എന്നിവിടങ്ങളിൽ സംഘർഷമുണ്ടായി. ഇന്നലെ കേതുഗ്രാമിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഇവിടെ സംഘർഷം തുടരുകയാണ്. ഇനി നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 10.35% ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശിൽ 9.5%, ബീഹാറിൽ 10.18%, ജമ്മു കശ്മീരിൽ ഇന്ന് പോളിംഗ് നടക്കുന്നുണ്ട്. 5.7% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാർഖണ്ഡിൽ ഇത് 11.78%, മധ്യപ്രദേശിൽ 14.97%, പശ്ചിമ ബംഗാളിൽ 15.27 എന്നീ നിലകളിലാണ് പോളിംഗ് തുടരുന്നത്. ഇതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ഈ പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഇപ്പോഴും പോളിംഗ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7 ഘട്ടങ്ങളിലായും ഈ പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇന്ന് 8 സീറ്റുകളിലേക്കാണ് പശ്ചിമ ബംഗാളിൽ വോട്ടിംഗ് നടക്കുന്നത്. എന്നിരിക്കെയും ഇന്നും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് ഈ പോളിംഗ് സ്റ്റേഷന് പുറത്ത് ഉണ്ടായത്. BJP പ്രവർത്തകർ സ്റ്റാൾ ആക്രമിച്ചു എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് CPM BJP ഒത്തുകളിയാണെന്ന രീതിയിലെല്ലാമാണ് ഈ പശ്ചിമ ബംഗാളിലെ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ലിബീഷ്. ശരി അനുഷ, രാജ്യത്ത് 4ാം ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ്. പശ്ചിമ ബംഗാളിൽ സംഭവങ്ങൾ തുടരുന്നു. ആന്ധ്രാപ്രദേശിന്റെ പല ഭാഗങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് അനുഷ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ പെട്രോൾ ബോംബ് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമം. കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി വീഡിയോ പകർത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെ സാക്ഷിയെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കൂവപ്പാറയിൽ അജീഷിനെതിരെ പോലീസ് കേസെടുത്തു.